ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള ഈ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ എസ്കലേഷൻസ് ഒരു പുതിയ അധ്യായം തന്നെ തുറന്നിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1, ട്രൂ പ്രോമിസ് 2 ഇതിലൊന്നും നടത്താത്ത ഒരു സംഭവം ഇത്തവണ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കിംഗ് പോയിന്റ്സ് എന്നത് ഇസ്രായേലിന്റെ വ്യോമതാവളങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ ആക്രമിക്കണം, ഇവയെ മാത്രമായിരുന്നു ലക്ഷ്യം വെച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 3 അക്കം എത്തിയിട്ടുണ്ടാകുമെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതൊരു പക്ഷേ സത്യമാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു ഹെവിയസ്റ്റ് കാഷ്വാലിറ്റീസ് ഇസ്രായേലിനുള്ളിൽ ഇറാനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് ഒഫീഷ്യലായി ഒരു യുദ്ധത്തിന്റെ തുടക്കമായി തന്നെ മാറും. അതുമാത്രമല്ല, വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ സംബന്ധിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദമായി ഈ വീഡിയോയിലൂടെ അറിയാം. റൈസിംഗ് ലയൺ ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 30-ലധികം സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സ്ട്രാറ്റജിക്കൽ ഏർലി വാർണിംഗ് റഡാർസ് ഇവയെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അത് നശിപ്പിച്ചിട്ട് തന്നെയുണ്ട്. കാരണം ഈ റഡാർ സ്റ്റേഷൻസിന്റെ എല്ലാം കോൺസെൻട്രേഷൻ വടക്ക് പടിഞ്ഞാറൻ മേഖലകളെ നോക്കിയായിരുന്നു. തെഹ്റാന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ആ നഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിന്റെ വിമാനങ്ങളെ നിരീക്ഷിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇറാന്റെ ബോർഡറിനടുത്ത് ഇസ്രായേൽ വിമാനങ്ങൾ വരുമ്പോൾ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്ക്സ് എല്ലാം അത് സെൻസ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള കോർഡിനേറ്റ്സ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിലേക്ക് അയക്കും. ഈ വിമാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾക്ക് അയക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഫസ്റ്റ് പ്രൈമറി ടാർഗറ്റായി മാറിയത് തന്നെ ഈ സംവിധാനങ്ങളായിരുന്നു. അവസാനത്തിൽ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 19 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാർസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തു എന്ന്. കൂടാതെ ഇസ്രായേൽ ഇറാനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോൺ എല്ലാം ലോഞ്ച് ചെയ്തത്. എങ്ങനെയാണോ ഓപ്പറേഷൻ സ്പൈഡർ വെബിലൂടെ ഉക്രൈൻ ഡ്രോൺ പൈലറ്റ്സ് ഉക്രൈനിൽ നിന്നും റഷ്യയ്ക്കുള്ളിലേക്ക് തന്നെ ചെല്ലുകയും അവിടെയുള്ള എയർബേസിനടുത്ത് നിന്നുകൊണ്ട് തന്നെ ഡ്രോൺസ് എല്ലാം ലോഞ്ച് ചെയ്തു. അതിനേക്കാൾ ഹൈ പ്രിസിഷൻ സ്ട്രൈക്ക് ആയിരുന്നു ഇവിടെ സംഭവിച്ചത്. 14-ലധികം ലോഞ്ചേഴ്സിനെയാണ് ഇസ്രായേൽ നശിപ്പിച്ചത്. ഈ 14-നും തെളിവുകൾ ഇല്ലെങ്കിൽ പോലും 8 മിസൈൽ ലോഞ്ചേഴ്സ് നശിപ്പിച്ചതിന്റെ വീഡിയോ എവിഡൻസുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ തന്നെ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇറാൻ ഇത് എത്ര വലിയ നഷ്ടമാണെന്ന് അറിയണ്ടേ? ഈ പ്രശ്നം ഇതോടുകൂടി ഇപ്പോൾ അവസാനിക്കില്ല. കാരണം ഒരു യുദ്ധം ആരംഭിക്കുന്നത് ഒരു ദിവസത്തിലോ ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു മാസം ഒരു മിനിറ്റിലോ ഒന്നുമല്ല. മാസങ്ങളോളം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ശത്രുക്കളുടെ തന്ത്രപരമായ ആസ്തികൾ എല്ലാം തന്നെ നശിപ്പിക്കും. അതായത് ഈ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അകത്ത് കയറി ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് എല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഇറാന്റെ പക്കൽ 300-ലധികം സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഉണ്ടെന്നൊന്ന് കരുതുക. ഇത് ഏകദേശം ഒരു കണക്കാണ്. 300-ലധികം യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ആ പകുതി സംവിധാനത്തിന്റെയും വർക്കിംഗ് എഫിഷ്യൻസി അവിടെ കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നശിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വ്യോമസേന പിന്നെ അകത്ത് ചെന്ന് അവിടെ അവർക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ സാധിക്കും. കാരണം ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഇറാന്റെ പക്കലുള്ള അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റത്തെ ഇസ്രായേലിന്റെ വിമാനങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ അതിന്റെ കിൽ റേഷ്യോ എന്നത് 3-1 അല്ലെങ്കിൽ 5-1 എന്ന രീതിയിലായിരിക്കും. അതും F-35-നെതിരെ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചാൽ അതാണ് ആദ്യമായി ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന് എതിരെ മിഡിൽ ഈസ്റ്റിൽ നിന്നും അയക്കുന്ന ഒരു മിസൈലായി മാറും. അപ്പൊ അതിന്റെ മെട്രിക്സ് എങ്ങനെ വർക്കാകുമെന്നുള്ളത് ഇറാനെ കൊണ്ട് ഇപ്പോഴും അനലൈസ് ചെയ്യാൻ കഴിയില്ല. അതൊരു വലിയ ബാറ്റിലായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇവയെല്ലാം മനസ്സിൽ വെച്ചാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ അവരുടെ പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് ആരംഭിച്ചത്. ഇനി ഈ റേഡിയേഷൻ ലീക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിരിക്കുന്ന കൺഫേംഡ് ന്യൂസ് IAEA ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ അറിയിപ്പനുസരിച്ച് ഏതൊരു റേഡിയേഷൻ ലീക്കും അവിടെ സംഭവിക്കുന്നില്ല. സെൻട്രിഫ്യൂജ് സിസ്റ്റം, അതായത് സർഫസിന് മുകളിൽ ഉണ്ടായിരുന്ന സെൻട്രിഫ്യൂജ് സിസ്റ്റമാണ് നശിപ്പിച്ചത്. അതല്ലാതെ ഭൂമിക്കടിയിലുള്ള ഏതൊരു ന്യൂക്ലിയർ കേന്ദ്രത്തിലും ഏതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന്റെ സ്ട്രൈക്സ് എന്നത് ഇവിടെ അണുവായുധം സംബന്ധിക്കുന്ന വെയർ ഹൗസുകളെ ലക്ഷ്യം വെച്ച് ആയിരുന്നില്ല നടന്നത്. പ്രയറായി അവർ എന്തെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിച്ചോ അതെല്ലാം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. പക്ഷെ ഇറാൻ ഇതൊരു വലിയ അപമാനമായി തന്നെ മാറി. 4 കമാൻഡോസിനെ കൊന്നു, 6 ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ കൊന്നു. അയതുള്ള ഖമേനി ഇറാന്റെ സുപ്രീം ലീഡർക്ക് വളരെ അടുത്തുള്ള ഒരു വ്യക്തി, ഒരു അഡ്വൈസർ, അദ്ദേഹത്തിന്റെ വലത് കൈ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തെയും കൊന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഇറാന് പിന്നെ മറ്റു മാർഗമേ ഇല്ല, ഒരു റിട്ടാലിയേഷൻ ചെയ്തേ മതിയാവുകയുള്ളൂ. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. IRGCയുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്
ഇസ്രായേലിന് നരകത്തിലേക്കുള്ള ഒരു വാതിൽ ഞങ്ങൾ തുറന്നു കൊടുക്കും, എത്രയും പെട്ടെന്ന് നരകത്തിന്റെ വാതിൽ ഞങ്ങൾ തുറന്നു കൊടുക്കുമെന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് നൽകിയത്. ഇതിന് ശേഷം വന്ന വാർത്ത 100 ബാലിസ്റ്റിക് മിസൈൽസോളം ഇസ്രായേലിന് നേരെ ഇറാൻ ഫയർ ചെയ്തു എന്നാണ്. ആ 100-ൽ ഏകദേശം പ്രൊജക്ടൈൽസിനുമൊക്കെ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അത് സത്യം അല്ല. ഇപ്പോൾ ഇറാന്റെ നെറ്റ്വർക്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. റഡാർ എവിടെയെല്ലാം ബാധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഈ നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ഉണ്ടായ കേടുപാടുകൾ, ഇവയെല്ലാം ക്ലിയറായി തന്നെ ഇമേജ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനുള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും തെളിവ് ലഭിക്കില്ല. കാരണം അത്രയേറെ സെൻസർഷിപ്പ് അവിടെ തന്നെയുണ്ട്. അമേരിക്കയുടെ കമ്പനികളായാൽ പോലും, സാറ്റലൈറ്റ് കമ്പനികളായാൽ പോലും അത്ര പെട്ടെന്നൊന്നും ആ ഇമേജസ് ഒന്നും പുറത്തുവിടില്ല. അപ്പോൾ തീർച്ചയായും ഒരു 4-5 ദിവസമെങ്കിലും എടുക്കും. വിത്ത് ക്ലിയർ ഫോട്ടോസ്, സാറ്റലൈറ്റ് ഫോട്ടോസ് എവിഡൻസോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ. പക്ഷേ ഇത്തവണ ഈ ലോക്കൽ ഫൂട്ടേജസ്, മൊബൈൽ ഫോൺസിലെടുത്തത്, അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ, ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇസ്രായേലിനുള്ളിലെ 6-ലധികം അപ്പാർട്ട്മെന്റ്സ് ഇറാന്റെ ഈ ഒരു സ്ട്രൈക്കിന് ഇരയായിട്ടുണ്ട്. ഒരുപാട് വീടുകൾക്ക് ഹെവി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അകത്തൊരു മിസൈൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഷോക്ക് വേവ് കാരണം തന്നെ 14-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സത്യത്തിൽ അത് പൂർണ്ണമായും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ടെല്ലവീവ് എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിന്റെ ഒരു വലിയ നഗരമാണ്. ആ നഗരത്തിന് ചുറ്റുമുള്ള അത്രയേറെ പ്രദേശങ്ങളിലും മിസൈൽസ് അതിന്റെ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ആ മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ അവർ പറഞ്ഞു. ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഡെബ്രിസ് താഴെ വീഴും. ഡെബ്രിസ് താഴെ വീണതിന് ശേഷം പോലും അവിടെ ഒരു എക്സ്പ്ലോഷൻസ് സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഈ മിസൈലിന്റെ സ്പെയർ പാർട്സ് ഡെബ്രിസ് താഴെ വീണാൽ പിന്നെ അതൊരു സെക്കൻഡറി എക്സ്പ്ലോഷൻസിന് സാധ്യതയില്ല. പക്ഷെ ഇസ്രായേൽ ഇവിടെ പറയുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം മിസ്മാച്ച് ആകുന്നുണ്ട്. ഇത് നമുക്ക് തന്നെ ഒരുപാട് സംശയങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. CNN വന്നിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം നോക്കിയാൽ മരണസംഖ്യ വീണ്ടും വർദ്ധിക്കും. കുറഞ്ഞത് 3 ഡിജിറ്റോളം മരണസംഖ്യ റേസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാനിൽ 70-ലധികം വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കിയാൽ 100-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 2 രാജ്യങ്ങളും ഒഫീഷ്യലായി വാർ ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പോസിബിൾ സിനാരിയോ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി മറുവശത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇറാന് ധാരാളം സമയം നൽകി, എന്നാൽ ഞങ്ങൾ നൽകിയ സമയം ഇറാൻ ശരിയായി ഉപയോഗിച്ചില്ല, പ്രയോജനപ്പെടുത്തിയില്ല. അങ്ങനെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ അവർ നേരിട്ടേ മതിയാവുകയുള്ളൂ. ഇസ്രായേലിന് ആവശ്യമായ ഡിഫൻസ് അമേരിക്ക തീർച്ചയായും നൽകും. ഒരുപക്ഷെ ആരെങ്കിലും അമേരിക്കയുടെ സൈനികരെയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടത്തണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് നേരിട്ട് അമേരിക്ക തന്നെ മറുപടി നൽകുമെന്നും പറഞ്ഞു. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കാം, പക്ഷെ നിങ്ങൾ തിരിച്ചാക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ടായി ഞാൻ നിന്നെ ആക്രമിക്കും എന്ന രീതിയിലാണ് പ്രസ്താവനകൾ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഇറാന്റെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം വളരെ സമാധാനപരമായി അമേരിക്കയെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ 100% അതവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞു വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു രാജ്യം അണുവായുധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അത്ര പെട്ടെന്ന് ആരെക്കൊണ്ടും അങ്ങനെ തടയാൻ സാധിക്കില്ല. എന്നാൽ അതിന്റെ സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഇപ്പോ ഇസ്രായേൽ നടത്തുന്നത് പോലെ ഡയറക്റ്റ് ഓപ്പറേഷൻസ് വഴി അല്ലാതെ ഈ കവേർഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊക്കെ അമേരിക്ക ചിന്തിക്കുകയാണെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയെ തീർച്ചയായും അവരെ കൊണ്ട് മാറ്റിവെക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ അത് അമേരിക്ക ആഗ്രഹിക്കില്ല. കാരണം ഇവരിനി ഈ കവേർഡ് ഓപ്പറേഷൻസ് എന്ന രീതിയിൽ എന്തൊക്കെ തന്നെ ചെയ്താലും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഒരു 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ 10 വർഷത്തിൽ നിന്നും അടുത്തൊരു 15 വർഷത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതുപോലെ സമയപരിധി നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ കഴിയൂ. ഇതിനുശേഷം അവരെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഒരേ ഒരു ഓപ്ഷൻ എന്നത് പൂർണ്ണമായും ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പൊളിച്ചു മാറ്റുക. അങ്ങനെ പൊളിച്ചു മാറ്റണമെന്ന സാഹചര്യം വരുമ്പോൾ ഇവിടെ യുദ്ധം അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു വ്യോമാക്രമണം ഒഴികെ മറ്റേതൊരു പോസിബിൾ വഴിയുമില്ല. സത്യത്തിൽ അമേരിക്ക ഈ ഒരു ന്യൂക്ലിയർ ഡീൽ ആരംഭിച്ചതിന് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ടോക്സ് ആരംഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ്. ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാന് സപ്പോർട്ടായി ഏതൊരു പിന്തുണയും നൽകുന്നില്ല. അപ്പൊ പിന്നെ ഇസ്രായേൽ നടത്തുന്ന സ്ട്രൈക്സിനെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോസസ്സ് മുൻകൂട്ടി തന്നെ ചെയ്യണം. അതിനൊരു കാരണമായാണ് ഈ ന്യൂക്ലിയർ ഡീൽ അമേരിക്ക കൊണ്ടുവന്നത്. യാതൊരു കാരണവുമില്ലാതെ ഇറാനെ ചെന്ന് അങ്ങനെ ആക്രമിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ.
അതുകൊണ്ട് വെറുതെ ഇരുന്ന ഇറാനെ ഇവിടെ ന്യൂക്ലിയർ പീസ് ഡീലിന് വരുത്തിപ്പിക്കുകയും അങ്ങനെ വരുമ്പോൾ അവരിൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തും, ആരോപണങ്ങൾ ഉന്നയിക്കും. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കുറേയേറെ നിബന്ധനകളും റൂൾസും അവർക്ക് നൽകും. എന്നിട്ട് അമേരിക്ക അവസാനം പറഞ്ഞത്, ഞങ്ങൾ അവരെ സമാധാന ചർച്ചയ്ക്ക് വിളിച്ചു, ഇറാൻ അത് സമ്മതിച്ചില്ല എന്ന് പറയുകയും അവരിൽ തന്നെ ഒരു കുറ്റം ആരോപിച്ച് ഇവരുടെ ഗെയിം അവിടെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്നു. ഇതിനകം ഓയിൽ പ്രൈസ്, ഷെയർസിന്റെ റേറ്റ് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധം വരികയാണെങ്കിൽ അത് ഈ ലോകത്തെ കൊണ്ട് താങ്ങാനേ സാധിക്കില്ല. ഇറാന്റെ പക്കൽ അണുവായുധങ്ങൾ പോകാൻ പാടില്ല എന്നതിനു വേണ്ടി മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഒരുപക്ഷെ ഇതൊരു വലിയ യുദ്ധമായി മാറുകയാണെങ്കിൽ അണുവായുധം ഇസ്രായേൽ ഉപയോഗിക്കുന്നതുവരെയും ഇറാൻ ഇസ്രായേലിനുള്ളിൽ ഒരുപാട് നാശം വിതച്ചുകൊണ്ടിരിക്കും. ഇസ്രായേലിന്റെ പക്കൽ വലിയൊരു എയർഫോഴ്സ് ഉണ്ട്, മിസൈൽ ഫോഴ്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇറാൻ അകത്ത് ചെന്ന് ആക്രമിക്കുകയാണെങ്കിൽ തെഹ്റാനിൽ ഒരുപാട് ബ്ലീഡിംഗ് അവരെ കൊണ്ട് നൽകാൻ കഴിയും. അതേസമയം മിഡിൽ ഈസ്റ്റിൽ എന്ന് പറയുന്നതിനേക്കാളും ഈ കോണ്ടിനെന്റിൽ തന്നെ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ളപ്പോൾ ഇറാനെ കൊണ്ട് വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ 200-300 ബാലിസ്റ്റിക് മിസൈൽസ് ഫയർ ചെയ്യാൻ സാധിക്കും. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ആ ചെറിയ പ്രദേശത്ത് കൂടുതൽ മിസൈൽസ്, അതും കൃത്യത കുറവുള്ള മിസൈൽ പോലും ആയിക്കോട്ടെ, ഇത്രയും കൂടുതൽ മിസൈൽ ആ പ്രദേശത്തിനുള്ളിലേക്ക് കടന്നാൽ ഇസ്രായേലിന് അതൊരു വലിയ നാശനഷ്ടം തന്നെ വരുത്തിവെക്കും. IRGCയുടെ സീനിയർ കമാൻഡർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഓർഡർ മാത്രം മതി, വെറും 40 മിനിറ്റിൽ 1800 മിസൈൽസോളം ഞങ്ങളെ കൊണ്ട് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ കഴിയുമെന്ന്. ഇത് എത്ര വലിയ ഭീഷണിയാണെന്ന് അറിയണ്ടേ? അമേരിക്കയെ കൊണ്ട് ഇത്രത്തോളം ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ ഇത്രയേറെ മിസൈൽസ് വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവരുടെ റിസർവ് അത്രത്തോളം ഉണ്ടാകണം. അത്രത്തോളം ഉണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇറാന്റെ പക്കൽ ഇന്ന് വരെയും കൺഫേം ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് 3000 മുതൽ 5000 മിസൈലുകളോളം റെഡി ടു ഫയർ എന്ന കാറ്റഗറിയിലാണ് ഉള്ളത്. അവരുടെ ലോഞ്ചേഴ്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും റിസർവിൽ എത്രയുണ്ട്, അവരുടെ പ്രൊഡക്ഷനിൽ എത്രയുണ്ട്, ഈ കണക്കുകളൊന്നും ഇന്നുവരെയും ഏതൊരു രാജ്യത്തിനും അറിയില്ല. അപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ഒരു വലിയ യുദ്ധത്തിന് തന്നെ ഇത് വഴിമാറും. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കാളും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അമേരിക്കയുടെ ഗെയിം വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.